അതെ, ഞാനിന്ന് കുറച്ച് താമസിക്കും വരാൻ. മഹേട്ടാ. ഉം. എന്താ? ആ, മഹേട്ടാ, ഞാനും അമ്മയും കൂടി ഇന്ന് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോവും. അതെന്തിനാ? ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി തന്നിട്ടില്ലേ? അത് മഹേട്ടൻ മേടിക്കാൻ വിട്ടുപോയ കുറച്ച് സാധനങ്ങൾ അടുക്കളയിലോട്ട് മേടിക്കാനുണ്ടായിരുന്നു. നീ ഒറ്റയ്ക്ക് പോയാ മതി, അമ്മേനെ കൊണ്ടുപോകണ്ട. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം. പിന്നെ ഓട്ടോ പിടിക്കാനൊന്നും നിക്കണ്ട. നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നടന്നങ്ങ് പോയാ മതി. വെറുതെ അനാവശ്യ ചെലവാക്കണ്ട, കേട്ടോ? ശരി മഹേട്ടാ, ഞാൻ നടന്നു പോയിട്ട് വന്നോളാം. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുവാ. മഹേട്ടൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഞാൻ എപ്പോഴെങ്കിലും എന്നെങ്കിലും അധിക ചെലവ് വരുത്തി വെച്ചിട്ടുണ്ടോ ഇവിടെ? പിന്നെന്തിനായിരിക്കും എന്നോട് ഓട്ടോ പിടിച്ച് പോണ്ടെന്ന് പറഞ്ഞത്? എടി പെണ്ണെ, നീ ഏത് നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. അവൻ എന്തേലും പറയുമ്പോ രണ്ടെണ്ണം നിനക്ക് തിരിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതിങ്ങനെ എന്ത് കേട്ടാലും കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു സാധനം. നാണോ ഇല്ലേടി നിനക്ക്? അമ്മേ, എനിക്ക് മഹേട്ടനോട് ഒന്നും എതിർത്ത് പറയാനുള്ള ധൈര്യം ഇല്ലമ്മേ. അതമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഞാൻ സ്വയമേ വരുത്തി വെച്ചതല്ലേ. ഇനി അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അവൻ നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇപ്പൊ വർഷം 18 ആവാൻ പോവാ. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നെ ഞാൻ തുറന്ന മനസ്സോടെ ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. എന്റെ ഒരു ഗുണം എന്റെ മോന് കിട്ടിയിട്ടില്ല. തന്തയുടെ തനി പകർപ്പാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അധികാൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇതിപ്പം അതുപോലും നിന്നോട് അവൻ ഇല്ലല്ലോ.